ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ഇനിയാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ടീമിനെ ഇതാ പ്രേക്ഷകർക്ക് വേണ്ടി എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ ലഹരിക്കടത്ത് സംഘങ്ങളെയൊക്കെ പിടികൂടുന്ന, ലഹരിക്കടത്തിനെതിരെ പോരാട്ടം നടത്തുന്ന നമ്മുടെ എക്സൈസ് ടീം. കലയാണ് ലഹരി, സംഗീതമാണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ കലാകാരന്മാർ, എക്സൈസ് ടീമിലെ കലാകാരന്മാർ. എക്സൈസ് ടീമിലെ കലാകാരന്മാർ. കലയാണ് ലഹരി അല്ലേ? എന്താണ് നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം? നമ്മളിവിടെ ഒരു വിമുക്തിയുടെ ഒരു സ്റ്റാളുണ്ട്. അതിൽ നമ്മുടെ ബോധവൽക്കരണ പരിപാടികളും വിമുക്തിയുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് സംശയങ്ങളും മറ്റും നമ്മൾ അതിലൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടോൾ ഫ്രീ നമ്പറുകൾ, അതേപോലെ അവിടെ ഒരു ഗെയിംസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ രണ്ടാമത് തന്നെയാണ് സ്റ്റാള്. ഇതിപ്പോൾ നമ്മുടെ കോർഡിനേറ്ററാണ്, ഞങ്ങളുടെ വിമുക്തിയുടെ തൃശ്ശൂർ ജില്ലത്തെ കോർഡിനേറ്ററാണ്. ഞങ്ങളിപ്പോൾ കുറച്ച് അവിടെ രാവിലെ ഭക്ഷണശാലയുടെ അപ്പുറത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ രാവിലെ ഒരു സംഗീതമാണ് ലഹരി. അപ്പോൾ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സ്റ്റാളിൽ വന്ന് അവിടെ കുറച്ച് നേരം, പിന്നീട് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ വന്ന് വിളിക്കുമ്പോൾ അതെ പാട്ടാണ്. ഹലോ 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 ഗമരേ റിമ പനി ധനി മാ പനി സാനി സരി സനി മ മരി സനി സരി മ പ നി സരി മ പ. പാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിയിൽ ഓം പോൽ പകരു നിൻരാഗോന്മാദം. ഗമരേ റിമ പനി ധനി മാ പനി സാനി സരി സനി മ പ മരി സനി സരി മ പ നി സരി മ പ. പാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരു നിൻരാഗോന്മാദം. മഞ്ഞണിഞ്ഞൊരീ ഗന്ധമാദരം തളിരിടും മനമാകുവാൻ മഴവിൽ ദേവി. ആത്മരാഗമേകാൻ ധന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയൂ ഗന്ധർവവീണയാകൂ നീ ദേവി. പ്രൊഫസർ, അപ്പോ എന്തിനാണ് ഇങ്ങനെ കലയാണ് ലഹരി എന്ന നിങ്ങളുടെ ഉദ്യമം, അതിന്റെ ഉദ്ദേശം ഒന്ന് വിശദീകരിക്കും? ഞങ്ങളുടെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഇതിന്റെ പുറകിലുള്ള മെഡിക്കൽ സയൻസ് പറയാനാണ്. അതായത് സംഗീതം, കല എന്താണെങ്കിലും തലച്ചോറിൽ സന്തോഷം ഉണ്ടാക്കുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന കെമിക്കൽ കൂട്ടിയിട്ടാണ്. ഡോപ്പമിൻ. പക്ഷേ മദ്യം, മയക്കുമരുന്ന്, പുകവലി ഇതെല്ലാം സന്തോഷം തരുന്നത് ഡോപ്പമിൻ കൂട്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തലച്ചോറിൽ ഈ സർക്യൂട്ട്, ഡോപ്പമിൻ്റെ ഒരു സർക്യൂട്ട് ഒരെണ്ണമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ മദ്യം, മയക്കുമരുന്നിൻ്റെ പുറകെ പോയാൽ സാധാരണ ജീവിതത്തിൻ്റെ ഈ ലഹരി, അത് പാട്ടും ഇത് മാത്രമല്ല, സുഹൃത്ത് ബന്ധങ്ങൾ, എക്സസൈസ്, സ്പോർട്സ്, ഇങ്ങനെയുള്ള ലഹരികളിലൊക്കെ ഇഫക്റ്റ് കുറയും. അങ്ങനെ വലിയൊരു അപകടം അഡിക്ഷൻ്റെ പുറകിലുണ്ട്. അല്ലാതെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആകുന്നു എന്നത് മാത്രമല്ല പ്രശ്നം, തലച്ചോറിനെ ബാധിക്കുന്നു. ഡോപ്പമിനുമായിട്ടാണ് കണക്ഷൻ. ആ ഒരു സയൻസ് പറയാനാണ് ഞങ്ങളുടെ ഇവരുമായിട്ട് സഹകരിച്ചുള്ള ഒരു ശ്രമം, ഇങ്ങനത്തെ അവയർനെസ് പ്രോഗ്രാമിൽ. ഗംഭീര എഫേർട്ടാണ്. അപ്പൊ ഇതിന് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഒരു സ്പെഷ്യൽ ക്യാമ്പയിന് റിസൾട്ട് കാണുന്നുണ്ടോ? ഡി അഡിക്ഷൻ സെന്ററിൽ നമുക്ക് വരുന്ന കേസസ് കൂടിക്കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ റിസൾട്ടായിട്ട്. കാരണം അവയർനെസ് കൂടുന്തോറും നമുക്ക് എല്ലാ ജില്ലയിലും ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. വിമുക്തിക്ക് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ്. അവിടെയൊക്കെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന ആളുകളുടെ എണ്ണം. അത് നമുക്കൊരു റിസൾട്ടായിട്ട് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. നമുക്ക് 2 വരി പാട്ടുകൂടി, മറ്റൊരാൾ കൂടി. ആരാൾ? സാർ പാടുമോ?
സാറാണോ റെഡിയായി നിൽക്കുന്നത്? യെസ്, അപ്പൊ കലയാണ് ലഹരി എന്ന സന്ദേശമാണ് എക്സൈസ് സംഘം നൽകുന്നത്. അപ്പൊ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അതെ കലയെ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റൊരു സിന്തറ്റിക് ലഹരി തേടി പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക, കല, സാഹിത്യം, സ്പോർട്സ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റു കാര്യങ്ങളിലേക്ക് വഴിതെറ്റി പോകുന്നത് തടയും എന്നുള്ള ഒരു ആശയമാണ് ഇത്തരം ഒരു ഉദ്യമത്തിന് ഇവരെ പ്രേരിപ്പിച്ചത് കൂടി ഒന്നുകൂടി മനസ്സിലാക്കുകയാണ്. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ഒരു പെർഫോമൻസ് കൂടിയുണ്ട് എക്സൈസ് സംഘത്തിന്റെ. യെസ്, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. കിന്നരമണി തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും. സോ ബ്യൂട്ടിഫുൾ. അപ്പൊ ഫീലായിരുന്നു. ഈ കാക്കിക്കുള്ളിലും തുടിക്കുന്ന കലാകാരന്മാരുണ്ട്. ഇന്ന് തിരിച്ചറിയാൻ ഞങ്ങൾ വൈകിപ്പോയി. ഇന്നലെ മെനഞ്ഞാന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മള് അപ്പൊ തന്നെ നേരത്തെ ഏറ്റവും പ്രധാനം ഇവര് പറയുന്ന സന്ദേശം അത് ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്ക്. യെസ്, അപ്പൊ അതിന് റിസൾട്ടും കാണുന്നുണ്ട്. ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ആ നിലയ്ക്ക് നിങ്ങളുടെ ഫൈറ്റ് തുടരട്ടെ, ഈ കലയിലൂടെയുള്ള പോരാട്ടം തുടരട്ടെ. എല്ലാ ആശംസകളും. യെസ്, അപ്പോൾ ഈ സായാഹ്നത്തിലെ ഈ മനോഹരമായ കലാപ്രകടനങ്ങളോട് കൂടിയുള്ള ഞങ്ങളുടെ ഈ അല്പസമയം അതിവിടെ തീരുകയാണ്. സമയം ഇവിടെ അവസാനിക്കുന്നുണ്ട്, പക്ഷേ കലയാണ് അതൊരറ്റമില്ലാതെ തുടരും. ഇനിയിപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവം ഇവിടെ അവസാനിച്ചാലും ഓരോ ആളുകളുടെയും കലയുള്ളിൽ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഉടനീളം ഈ കലയെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചേർത്ത് പിടിക്കും. നാളെ ഒരു സായാഹ്നത്തിൽ ഇതുപോലെ 6:30 മണിക്ക് തുടങ്ങി 7:30 വരെ ഇങ്ങനെ ഓരോ വേദിയിലും കാണികളെ കയ്യിലെടുത്ത കലാകാരന്മാരെ കൊണ്ട് ഞങ്ങൾ വരില്ല. ഇത് അവസാനത്തെ സായാഹ്നമാണ് അല്ലെ? വിഷമമുണ്ട്, നിശ്ചയമായും സങ്കടമുണ്ട്. ഓരോ കലോത്സവങ്ങൾ വരുമ്പോഴും അതിനുള്ള കാത്തിരിപ്പാണ്. അതിങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരു നീറ്റലുണ്ട്. ആ നീറ്റലുണ്ടോ? അതോ വീട്ടിലെത്താത്തതിന്റെ പ്രശ്നമല്ല? സത്യമായിട്ട് നല്ല വിഷമമുണ്ട്, പക്ഷേ വിഷമിക്കുന്നില്ല. ഇനിയും വരും, കാലം ഇനിയും ഉരുളും, വർഷം വരും, മഴ വരും, കലോത്സവം വീണ്ടും വരും. അതിലാണ് പ്രതീക്ഷ. കലോത്സവം വീണ്ടും വരും. ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മാത്രമല്ല ഈ കലോത്സവം ഇവിടെ കഴിഞ്ഞാലും കലയെ നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് കലയെ നമ്മൾ നെഞ്ചിലേറ്റും. മാത്രമല്ല ഇന്ന് തൃശ്ശൂർ, അടുത്ത തവണ മറ്റൊരു ജില്ല, നമ്മളിത് പിടിച്ചിരിക്കുന്നേ. അതാണ് തീർച്ചയായിട്ടും. അങ്ങനെ ഒന്നും വിഷമിക്കാനില്ല. അങ്ങനെ തൃശ്ശൂരിലെല്ലാം ഭംഗിയായി പരിസമാപ്തിയാകും. അപ്പൊ നമുക്ക് നാളെ ഈ സമയത്ത് കലോത്സവത്തെ മനോഹരമായി നെഞ്ചേറ്റിയ തൃശ്ശൂരുകാർക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള കൃതജ്ഞതയും നന്ദിയും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.